ഏകപക്ഷീയമായ ഭേദഗതിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 8 പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് ഭേദഗതി അത് ചർച്ച ചെയ്യുന്നതിനായി JPCക്ക് വിടണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിന് ശേഷമാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്നത്. അങ്ങനെ ഒരു സമിതി പോലും രൂപീകരിക്കാതെ ഏകപക്ഷീയമായി ബില്ല് കൊണ്ടുപോവുകയാണ് എങ്കിൽ മാത്രമാണ് ഏകപക്ഷീയം എന്ന വാക്ക് ഈ വിഷയത്തിൽ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഇവിടെ വഖഫ് ബില്ലിന് JPC അംഗീകാരം നൽകുമ്പോൾ അതിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തോ എന്നതാണ് അടുത്ത കാര്യം. ചർച്ച ചെയ്തതിന് ശേഷമാണ് വോട്ടിനിട്ടത്. അല്ലാതെ പൊടുന്നനെ അങ്ങ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നില്ല. ഏകപക്ഷീയമായല്ല ഈ ചർച്ചകൾ നടന്നത് എന്നുള്ളതും അതിലെ ഒരു വസ്തുതയാണ്. 10 എംപിമാരെ ഭേദഗതികളെ പിന്തുണച്ചുള്ളൂ. 16 എംപിമാരും BJPയുടെ എംപിമാരല്ല എന്നതുകൂടി 240 എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പരിഹസിക്കുന്നുണ്ടല്ലോ. ഈ 16 എംപിമാരും BJPയുടെ എംപിമാരല്ല എന്നതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ BJP ഒറ്റയ്ക്കെടുക്കുന്ന BJPയുടേത് മാത്രമായ ഒരു തീരുമാനമായി ഇതിനെ കാണാൻ കഴിയില്ല. 16 എംപിമാർ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം കിട്ടും. അതായത് 16 എംപിമാർ NDAയിൽ നിന്ന് പോലും ഈ വിഷയത്തിൽ യോജിപ്പുണ്ടാകില്ല എന്നും ഇങ്ങനെയൊരു പിന്തുണ കിട്ടില്ല എന്നും ആയിരുന്നല്ലോ ആദ്യഘട്ടത്തിലെയൊക്കെ വ്യാഖ്യാനം. JPCക്ക് വിട്ടതും ഇന്ത്യ ബ്ലോക്കിന്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ്. ഞങ്ങൾക്കൊപ്പം അവരും കൂടി നിൽക്കും. അപ്പോൾ ഈ ഭേദഗതികളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്ന ഭേദഗതികളെല്ലാം പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അനുമാനം.